സംഘപരിവാർ ജനങ്ങളുടെ വികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് പരസ്യ നിലപാടെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ധാരാളമില്ലേ? ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം? ഈ നില രാജ്യത്തിന് ഗുണകരമായിട്ടുള്ളതല്ല. നാം കാണേണ്ടത് നമ്മുടെ രാജ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഭീഷണികളുടെ നിലയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭീഷണി മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ളത് തന്നെയാണ്. ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. പങ്കെടുക്കാത്ത ഒരു കൂട്ടരേ ഉള്ളൂ, സംഘപരിവാർ. അവരതിനെതിരായിരുന്നു, പൂർണ്ണമായും എതിര്. RSSന്റെ തലവൻ ഗോൾവാൾക്കർ ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, യുവാക്കൾ വെറുതെ അവരുടെ ആരോഗ്യം കളയരുത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ആരോഗ്യം കളയരുത്. ഇതാണ് നൽകിയ ഉപദേശം. അവിടെ ബ്രിട്ടീഷ് വൈസ്രോയി അദ്ദേഹത്തെ കണ്ട്, നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് അഭിപ്രായമില്ല, നിങ്ങൾ ഇവിടെ തുറണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ പറഞ്ഞതും സംഘപരിവാർ നേതാക്കളായിരുന്നു. ഇപ്പോ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ ഉയരുന്നുണ്ട്. ചില പേരുകൾ ഇടുന്നതിനെ കുറിച്ച്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ നരകതുല്യമായ തടവറയായിരുന്നു അന്തമാൻ. ആ തടവറയിൽ കഴിഞ്ഞ ധാരാളം ആളുകൾ രാജ്യത്തുണ്ട്, നമ്മുടെ കേരളത്തിലുമുണ്ട്. അവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ജയിലിലെത്തപ്പെട്ടത്. ആ സമരത്തിന്റെ പോരാളികൾ എന്ന നിലയ്ക്ക് അവിടെ അടിയുറച്ചു നിന്നു. എന്നാൽ സംഘപരിവാറിന്റെ ഒരു നേതാവ് അവിടെ എത്തപ്പെട്ടു, മാപ്പെഴുതി കൊടുത്ത് ഇറങ്ങിപ്പോന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് പാദസേവ ചെയ്തുകൊള്ള, ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യാതൊരു നടപടിയും എന്റെ ഭാഗത്തുണ്ടാകില്ല, അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അത് ബ്രിട്ടൻ അംഗീകരിച്ച് അദ്ദേഹം പുറത്തു വരുന്നു. സാധാരണ നിലക്ക് അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടല്ല കാണുക, വഞ്ചകനായിട്ടാണ്. പക്ഷേ സംഘപരിവാറിന്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോ അവരെ തങ്ങളും സ്വാതന്ത്ര്യ സമര പോരാളിയാണ് എന്ന് വരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചരിത്രം തിരുത്തുന്നു. ഇത്തരം ആളുകളെ അടക്കം മഹാന്മാരായി പ്രതിഷ്ഠിക്കാൻ നോക്കുന്നു. അങ്ങനെ പ്രതിഷ്ഠിക്കണമെങ്കിൽ ചരിത്രത്തിൽ സ്ഥാനമുള്ള ആളുകളെ വലിച്ചു താഴെയിടണം. അത് ചെയ്യാൻ സംഘപരിവാറിന് മടിയില്ല.